ജെൻസികൾക്ക് എന്തറിയാം? കുറേ റീലെടുക്കാനും പൂക്കി ആക്ഷൻ കാണിക്കാനും കറങ്ങി നടക്കാനുമല്ലാതെ. ഇതായിരുന്നു അടുത്ത കാലം വരെ ജെൻസി എന്ന 2K കിഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന പുതുതലമുറയെക്കുറിച്ച് കേട്ടിരുന്നത്. ഒരു രാഷ്ട്രീയവുമില്ലാത്ത തികച്ചും അരാഷ്ട്രീയമായ ഒരു തലമുറ എന്ന വിളിപ്പേര് കേട്ടവരാണ് അവർ. ആ ധാരണകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യ തലസ്ഥാനത്തിൻ്റെ വീഥികളിൽ തികഞ്ഞ രാഷ്ട്രീയക്കാരായി മാറിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള, തങ്ങളുടെ രാഷ്ട്രീയം പറയാൻ അറിയുന്ന തലമുറ തന്നെയാണ് തങ്ങളെന്ന് അവർ തെളിയിക്കുന്നു. തങ്ങളുടെ തലമുറയുടെ ഭാവി നശിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നിയിടത്ത് അവരുടെ ഉള്ളിലെ യഥാർത്ഥ രാഷ്ട്രീയവും സ്വത്വബോധവും ഉണർന്നു. പക്ഷേ അപ്പോൾ ഇന്ത്യ മഹാരാജ്യം സാക്ഷ്യം വഹിച്ചത് കണ്ടു പരിചയിച്ച പരമ്പരാഗത സമര രീതികളായിരുന്നില്ല എന്ന് മാത്രം. ഇന്നുവരെ കണ്ടുപഴകിയ കുറേ പേർ അണിനിരന്ന് മുദ്രാവാക്യം വിളിച്ചെത്തി ബാരിക്കേഡിനിട്ട് 2 അടിയടിച്ചിട്ട് ബാരിക്കേഡ് ഒന്ന് ഇളക്കാൻ നോക്കി, പിന്നെ അതിന് മുന്നിൽ കുത്തിയിരുന്ന് 4 മുദ്രാവാക്യം വിളിച്ച് പോലീസ് ഒന്ന് ഇളകിയാൽ 2 ലാത്തിയടിയും ഒരു ജലപീരങ്കിയും വാങ്ങി സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന സമര രീതിയല്ല, മറിച്ച് നിരത്ത് സ്വന്തം കിടപ്പുമുറിയാക്കി, റീൽ സമരവേദിയാക്കി, ബാരിക്കേഡ് വലിച്ചു പൊളിക്കാൻ നിന്നില്ല, മറിച്ച് അതിനു മുകളിൽ അടിവസ്ത്രം ഉണക്കാനിട്ടു. പോലീസ് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുമ്പോൾ കാർഡിയോ ഡേ ഗെയ്സ് എന്ന് വിളിച്ചു പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസ് വാനിന്റെ വാതിൽ തുറന്നിട്ട് ഹേ ഗെയ്സ് ആം കുക്ക്ഡ് എന്ന് തങ്ങളുടേതായ സംസാര ഭാഷയിൽ വിളിച്ചു പറഞ്ഞു. അവരുടെ സംസാര ഭാഷ പോലെ തന്നെ വ്യത്യസ്തമാണ് സമരരീതികളും. സമരത്തിൽ ഏറ്റവും പുതിയതായി കണ്ട ഒരു കാഴ്ചയിൽ നിന്ന് തുടങ്ങാം. സമരക്കാരെ നേരിടാൻ ലാത്തിയുമായി ഓടിവരുന്ന പോലീസ്. സമരക്കാർക്ക് തൊട്ടടുത്തെത്തിയതും പെട്ടെന്ന് അറ്റൻഷനായി നിന്നു ആ പോലീസുകാർ. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ദേശീയഗാനമായ ജനഗണമനയാണ് മുഴങ്ങുന്നത്. അറ്റൻഷനായാലല്ലേ പറ്റൂ. ലാത്തിയോങ്ങി അടിക്കാൻ ഓടിവരുന്ന പോലീസിനെ ആവർത്തിച്ച് ദേശീയഗാനം ആലപിച്ച് അറ്റൻഷനിൽ നിർത്തി ജെൻസി. അവർക്ക് ജലപീരങ്കി എന്നത് പീരങ്കിയല്ല, നൃത്തം ചെയ്യാനുള്ള ഷവറാണ്. ഒറ്റയ്ക്ക് നെഞ്ചുവിരിച്ചു നിന്ന് ഒറ്റക്കൈ കൊണ്ട് പോലീസ് വാൻ തടഞ്ഞു നിർത്തിയ ആ പെൺകരുത്തിനെ കണ്ടില്ലേ? അതൊന്നും നമ്മൾ കണ്ടുപരിചയിച്ച ജെൻസി കുട്ടികളല്ല. ഒന്നിലും ഇടപെടാതെ മൊബൈൽ ഫോൺ നോക്കി റീൽ കണ്ട് ആസ്വദിച്ച് റീലും സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ട് നടക്കുന്ന ആ പഴയ ജെൻസിയല്ല, മറിച്ച് ഹൂഡിയും തൊപ്പിയും ധരിച്ച് നടുറോഡിൽ പോലീസ് വാൻ തടുത്തു നിർത്തിയ പോലീസിന്റെ ലാത്തിയടിയിൽ നിന്ന് ജൂനിയേഴ്സിന് മുന്നിൽ 2 കൈയും വിരിച്ച് പുറംതിരിഞ്ഞു നിന്ന് അടിയേറ്റുവാങ്ങിയ അൽ ജെൻസികളാണ് അവർ. മന്തിയും ബിരിയാണിയും തിന്നാൻ മാത്രം അറിയാവുന്നവർ എന്ന് PV അൻവർ പരിഹസിച്ച അതേ ജെൻസികൾ തന്നെയാണ് ഇന്ന് ഡൽഹിയുടെ തെരുവുകളിൽ സമരാഗ്നിയായി പടർന്നു പിടിക്കുന്നത്. ഭയങ്കര രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് പറയുന്ന മില്ലേനിയൻസിനെ പോലും വിറപ്പിച്ചവരാണ് അവർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് അവർ തെരുവിലിറങ്ങിയത്. എന്നാൽ അവർക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. പ്രത്യയശാസ്ത്രങ്ങൾക്കും ഏതെങ്കിലും ഒരു കൂട്ടായ്മയ്ക്കും വേണ്ടിയല്ലാതെ സ്വന്തം തലമുറയുടെ ഭാവി ഇരുട്ടിലാക്കിയവരെ ചോദ്യം ചെയ്യാൻ കോക്രോച്ചുകൾ എന്ന പേരിൽ അവർ തെരുവിലിറങ്ങി. ആ മുന്നിട്ടിറക്കത്തിന് അവർക്കൊരു കാരണമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് നീതിയായിരുന്നു. അതിനപ്പുറം രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ അവരെ നയിച്ചില്ല. അവരെ നയിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്: അനീതി കണ്ടാൽ ഉറക്കെ വിളിച്ചു പറയണം. അതാണ് രാജ്യസ്നേഹം. തെറ്റ് കണ്ടിട്ട് മൗനം പാലിച്ചാൽ ആരാണ് തെറ്റുകാർ എന്നാണ് അവർ ചോദിക്കുന്നത്. രൂപമോ ഭാഷയോ ഇല്ലാത്തതാണ് ജെൻസികളുടെ സമരം. എന്നാൽ അതിൽ കലയുണ്ട്, ആക്ടിവിസമുണ്ട്, ഐഡന്റിറ്റിയുണ്ട്. അവരുടെ സമരത്തിന്റെ ഭാഷ സോഷ്യൽ മീഡിയയുടേതായിരിക്കാം, പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ സമരത്തിന് കടിച്ചാൽ പൊട്ടാത്ത പ്രത്യയശാസ്ത്ര ഭാഷകളുടെ അകമ്പടി വേണ്ട. സമരക്കാർ മുഷിഞ്ഞ വസ്ത്രവും തോൾ സഞ്ചിയും ധരിക്കുന്ന ബുദ്ധിജീവികളാകേണ്ടതില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന് തങ്ങളുടെ ഭാവി തകർക്കുന്നവരെ ഒന്നിച്ചു നിന്ന് ചോദ്യം ചെയ്യുകയാണ് അവർ. ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് കേട്ട് വളർന്നവരാണ് ജെൻസി തലമുറ. ഫോണുകളും റീലുകളും ഇൻസ്റ്റാഗ്രാമും മാത്രമാണ് അവരുടെ ലോകമെന്ന് അവരെ നോക്കി മില്ലേനിയൻസ് അടക്കമുള്ള അമ്മാവൻ തലമുറ പരിഹസിച്ചു. പക്ഷേ അതേ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും റീലുകളും മീമുകളും തന്നെ അവരുടെ പ്രതിഷേധത്തിന്റെ കരുത്തുറ്റ ടൂളുകളായി. സ്റ്റോറികളും സ്റ്റാറ്റസുകളും പ്രതിഷേധം അറിയിക്കാനുള്ള മാർഗങ്ങളായി. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യൂട്യൂബർമാരും യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരും ഈ പ്രതിഷേധത്തെ തങ്ങളുടെ കണ്ടന്റായി കണ്ടതും. ജെൻസിയുടെ പ്രതിഷേധം എന്നാൽ ദൃശ്യതയാണ്. എസ്തെറ്റിക് വാല്യൂ ഉള്ള സ്റ്റോറികളും സർക്കാസവും സറ്റയറും മേമ്പൊടി ചേർന്ന റീലുകളും മീമുകളും അവരുടെ പ്രതിഷേധത്തിന്റെ ടൂളുകളായത് അങ്ങനെയാണ്. നിറങ്ങളും ഫോണ്ടുകളും കരൗസൽ സ്ലൈഡുകളും റീലുകളും മീമുകളും ഗ്രാഫിറ്റികളും എല്ലാം ചേരുംപടി ചേർന്നൊരു എസ്തെറ്റിക് ആക്ടിവിസമാണ് കോക്രോച്ചുകളുടെ രൂപത്തിൽ ജെൻസികളെ നയിക്കുന്നത്. അവർക്ക് ആക്ടിവിസം എന്നാൽ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെയൊരു തലമുറയ്ക്ക് ഒരു സമര നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നാൽ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നതുകൂടിയാണ്. അത് ജന്തർ മന്ദറിൽ വൃത്തിയായും വ്യക്തമായും കാണാനുമാകുന്നുണ്ട്.
കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ജെൻസി തലമുറ എന്ന വിളിപ്പേര് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറയുക കൂടിയാണ് അവർ ചെയ്യുന്നത്. കാര്യഗൗരവമില്ലാത്തവർ എന്ന വിളിപ്പേര് അവസാനിപ്പിക്കുന്നതിനുള്ള സമര പ്രഖ്യാപനം കൂടിയായിരുന്നു അവർക്ക് ജന്തർ മന്ദിർ. അതിനപ്പുറം രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന സിസ്റ്റത്തോടുള്ള എതിർപ്പ് ഉറക്കെ വിളിച്ചു പറയുകയാണ് അവർ. ഇങ്ങനെയൊരു വിദ്യാർത്ഥി സമരം രാജ്യം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സ്റ്റേറ്റിന്റെ മർദ്ദകമുറകളെ നേരിടാനുള്ള ചങ്കുറ്റം കാണിച്ചു എന്നതാണ് ജെൻസികളുടെ സമരത്തെ വേറിട്ടതാക്കുന്നത്. സർക്കാരിനും സമരത്തെ നേരിടുന്ന പതിവ് മുറകളെ മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ ആ കൂട്ടായ്മ അതിനെ മാറ്റിമറിച്ചു. പെല്ലറ്റുകളും വെടിയുണ്ടകളും സമരക്കാരെ നേരിടുന്നതോളം പോയില്ല എന്നതാണ് ഒരു വ്യത്യാസം. പക്ഷേ അപ്പോഴും കണ്ണീർവാതക പ്രയോഗവും ലാത്തിച്ചാർജും ജലപീരങ്കിയും വേണ്ടുവോളവും അതിലധികവും പ്രയോഗിക്കുന്നുണ്ട്. കൗമാരക്കാരായ വിദ്യാർത്ഥികളെ പോലും കണ്ണിൽ ചോരയില്ലാത്ത വിധം ലാത്തിച്ചാർജ് നടത്തി തല്ലിച്ചതച്ച പോലീസിന്റെ നടപടി അത്യന്തം ക്രൂരമാണ്. എന്നിട്ട് പോലും സമരക്കാരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ സ്റ്റേറ്റിന്, പോലീസിന്, മർദ്ദനമുറകൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. സമരക്കാരുടെ ഈ ഇച്ഛാശക്തി അപ്പോഴും മോദി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചില്ല എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള സമരത്തിന് പിന്തുണ അർപ്പിച്ചെത്തിയ രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റ് തെളിയിക്കുന്നത്. ബാരിക്കേഡുകൾ നിരത്തിയും ജന്തർ മന്ദർ അടച്ചും ഇന്റർനെറ്റ് റദ്ദു ചെയ്തും സമരത്തെ നേരിടാൻ സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങളൊന്നും ഫലപ്രദമായില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് വളയൽ സമരം തെളിയിക്കുന്നത്. സംഘർഷ സ്ഥലത്ത് ഒരു ലോറിയിൽ നിറയെ കരിങ്കല്ലുകൾ നിറച്ചുകൊണ്ടുവന്ന് വെച്ചത് പ്രകോപനത്തിനായിരുന്നുവെന്ന പാറ്റകളുടെ ആരോപണം മുഖവിലയ്ക്ക് എടുക്കാതെ തള്ളിക്കളയാനാകില്ല. കാരണം മുൻപ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വഴിതെറ്റിച്ച് കലാപത്തിലേക്ക് വലിച്ചിഴച്ച അനുഭവം ഡൽഹിയിലുണ്ട്. പക്ഷേ അത്തരം പതിവ് മുറകളൊന്നും ഈ സമരത്തിന് നേർക്ക് കേന്ദ്ര സർക്കാർ പ്രയോഗിക്കാത്തത് പ്രതിപക്ഷ സമരങ്ങളെ നേരിടുന്ന പതിവ് രീതി അപകടമാണ് എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ പാർട്ടികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചത്. പക്ഷേ തങ്ങളുടെ 3 ആവശ്യങ്ങളും അംഗീകരിക്കാതെ ഒരു ചർച്ചയ്ക്കും പാർട്ടികൾ വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. കോക്രോച്ച് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന 2 സുപ്രധാന സമരങ്ങളാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതും പേരുകേട്ട കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ധർണയെക്കുറിച്ചോ വ്യാഴാഴ്ച നടത്തിയ ഗാന്ധി സ്മൃതി മാർച്ചിനെ കുറിച്ചോ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനത്തിന് ഒരു അറിവും അവസാന നിമിഷം വരെ ഇന്റലിജൻസിന് ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ സമരം തീരുമാനിച്ചത് രാഹുലും KC വേണുഗോപാലും ചേർന്നായിരുന്നു. ആദ്യം ഇന്ത്യ സഖ്യത്തിൽ മുഴുവൻ MP-മാരെയും വിളിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നീട് ആ തീരുമാനം ഉപേക്ഷിച്ചു. അതിന് പിന്നിലും സമരത്തിന്റെ വിവരം ചോർന്നു പോകരുത് എന്ന കണക്കുകൂട്ടലായിരുന്നു. ആദ്യ സമരം തന്നെ പൊളിയുന്നത് അംഗീകരിക്കാവുന്ന ഒന്നല്ലല്ലോ. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിനത്തിൽ കേക്ക് മുറി ഉണ്ടാകുമെന്ന് കരുതിയെത്തിയ കോൺഗ്രസ് MP-മാരോട് അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടക്കാമെന്ന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. സമരം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് പോലും ഇത്തരമൊരു സമരം നടക്കുന്നതായി അറിഞ്ഞത്. അത്രത്തോളം രഹസ്യാത്മകമായിട്ടായിരുന്നു ആ നീക്കം. രഹസ്യ സമരത്തിൽ അതൃപ്തി അറിയിച്ച ഇന്ത്യ സഖ്യം MP-മാർക്ക് അപ്രതീക്ഷിത സമരം ഇനിയും ഉണ്ടാകുമെന്നും ഒരുങ്ങിയിരിക്കാനും രാഹുലും KCയും അറിയിപ്പ് നൽകി. വ്യാഴാഴ്ചത്തെ സമരം ഇതിന്റെ ഭാഗമായിരുന്നു. വ്യാഴാഴ്ച 6 മണിയോടെയാണ് 7 സുനേരി ബാഗിലെ രാഹുലിന്റെ വസതിയിൽ ചായ സൽക്കാരത്തിനെത്താൻ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് നിർദ്ദേശമെത്തിയത്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സമരം അടിച്ചമർത്തിയതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് പ്രതിപക്ഷ സമരങ്ങളെ നിഷ്ഠൂരമായി അടിച്ചമർത്തിയ പാരമ്പര്യം മാത്രമുള്ള മോദി സർക്കാർ വ്യത്യസ്തമായ ഒരു സമീപനം ഇവിടെയും കൈക്കൊള്ളില്ല എന്നുതന്നെയാണ്. പക്ഷേ സമരങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടിനെതിരെ പറഞ്ഞ് അതിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ച് അധികാരത്തിൽ കയറിയ മോദി സർക്കാരിന് സമരങ്ങളോടുള്ള ക്രിയാത്മകമായി പ്രതികരിക്കാൻ ധാർമ്മിക ബാധ്യതയുണ്ട്. അത് മോദി ഓർക്കുന്നതും നന്നാകും. അതോടൊപ്പം പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ചില യാദൃച്ഛികതകളുടെ ഓർമ്മപ്പെടുത്തലാണ്. 3 പതിറ്റാണ്ട് മുൻപ് ഒഡീഷയുടെ തെരുവിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത് പോലീസ് ലാത്തിച്ചാർജും മർദ്ദനവും ഏറ്റുവാങ്ങി എല്ലുപൊട്ടിയ അന്നത്തെ ഒരു ABVP വിദ്യാർത്ഥിയുടെ ചരിത്രമുണ്ട്. ആ ഒറ്റ സമരത്തിലൂടെ ആ വിദ്യാർത്ഥി നേതാവ് BJPയുടെ നേതൃനിരയിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി പദത്തിലേക്കും വരെ എത്തി. അയാളുടെ പേരാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പേരിൽ വിദ്യാർത്ഥികൾ രാജി ആവശ്യപ്പെടുന്ന ധർമ്മേന്ദ്ര പ്രധാനെ തന്റെ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഇന്ന് തിരിഞ്ഞുകൊത്തുകയാണ്. ഒരേ വിഷയത്തിന്റെ പേരിൽ നേതാവാകുകയും ആ അധികാരങ്ങളിൽ നിന്നെല്ലാം താഴെ ഇറങ്ങുകയും ചെയ്യേണ്ടി വരുന്നു എന്ന യാദൃച്ഛികതയാണ് ഇവിടെ ഇപ്പോൾ. അന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി നേതാവ് ഇന്ന് നിരന്തരം ചോദ്യപേപ്പറുകൾ ചോരുമ്പോഴും രാജിവെക്കാൻ തയ്യാറാവാതെ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. അതല്ല, വീഴ്ച സംഭവിച്ചു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ BJP സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണവുമുണ്ട്. എന്നാൽ രാജി ആവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പിറകോട്ടില്ല എന്നതാണ് CJP കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. പ്രധാന രാജി, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, FIR-കൾ പിൻവലിക്കൽ എന്നീ 3 ആവശ്യങ്ങളിൽ പ്രധാന
പ്രധാന്റെ രാജി ഒഴികെ മറ്റ് രണ്ടും അംഗീകരിക്കാമെന്ന് കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ രാജിയിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ല എന്നാണ് പാറ്റകൾ അറിയിക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനം എന്താകുമെന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ പടിയിറക്കമാണ് എങ്കിൽ അത് നിർണായകമാകും. ഒരു കാര്യം കൂടി പറയുന്നു, ഈ സമരത്തിനിടയ്ക്ക് ചില രാജ്യവിരുദ്ധ ശക്തികൾ കയറിക്കൂടിയിട്ടുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടണം. ഈ സമരം വിദ്യാർത്ഥികളുടെ സമരമാണ്, ജൻസികളുടെ സമരമാണ്. അത് ഏതെങ്കിലും ദേശവിരുദ്ധ ശക്തികൾ കൈയടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അത് കൃത്യമായി സർക്കാർ അന്വേഷിക്കേണ്ടതുമാണ്. അവർക്കെതിരെ കർശനമായി നടപടി എടുക്കേണ്ടതുമാണ്.